വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഴുക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു വലിയ കപ്പ ഏകദേശം 3/4 കിലോളം ഉണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയരിഞ്ഞ് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കുകയാണ്. ഒപ്പം 2 വലിയ ചേമ്പ് തൂക്കം പറഞ്ഞ 350 ഗ്രാം ഉണ്ട്. അതും കപ്പയുടെ പോലെ കഷ്ണങ്ങളാക്കിയത്. 2 നുള്ളു മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാം. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് നകക്ക വെള്ളം എടുക്കണമെന്നില്ല. കഷ്ണങ്ങളുടെ ലെവലിന് അല്പം താഴെ നിൽക്കുന്ന കണക്കിന് വെള്ളം മതിയാവും. ഞാനിവിടെ ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ നമ്മുടെ കപ്പ റെസിപ്പികളൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, നമ്മളിതിവിടെ വെയിറ്റ് വെക്കുന്നതിന് പകരം ഒരു സ്റ്റീൽ കപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരുപാട് അടിപൊളി കപ്പ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. എല്ലാത്തിൻ്റെയും വീഡിയോ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നോക്കാൻ മറക്കല്ലേ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നല്ലപോലെ ആവി വരും. അത്യാവശ്യം വേവുന്ന കപ്പയാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. തീ ഓഫ് ചെയ്തിട്ട് ആ ചൂട് തന്നെ വെച്ചേക്കുക. ആവി നല്ലപോലെ സെറ്റിലായിട്ട് തുറന്നാൽ മതിയാവും. ഇതിപ്പോൾ ആവി ഒന്ന് സെറ്റിലായതിന് ശേഷം തുറക്കുകയാണ്. കുഴഞ്ഞൊന്നും പോവാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ കപ്പയും നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേമ്പും നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ബാക്കി ഉണ്ടാവുള്ളൂ. അത് നമുക്ക് വാർത്ത് മാറ്റാം. കട്ടുള്ള കപ്പയൊക്കെ ആണെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് തന്നെ തിളപ്പിച്ച് ഊറ്റണേ. അപ്പോൾ കപ്പയും ചേമ്പും ഒക്കെ വേകുന്ന നേരത്ത് പാരലായിട്ട് തന്നെ നമുക്ക് പയർ ഐറ്റംസും കൂടെ കുക്ക് ചെയ്യാം. 1/4 കപ്പ് വൻപയർ, 1/4 കപ്പ് ചെറുപയർ, 1/4 കപ്പ് മുതിര. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഏതിനും ചെറുപയറും വൻപയറും ഒക്കെയാണ് എടുക്കുന്നതെന്നനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങളുടെ കണക്കിന് എടുത്തോളാം. അതുപോലെ ഉപ്പും ഇവിടെ 1 നുള്ളു ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി അരപ്പിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ പയർ വേവുന്ന നേരം കൊണ്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നല്ല എരിവുള്ള 8 പച്ചമുളകാണ് എടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 നുള്ളു മഞ്ഞൾ, ചിരകിയെടുത്ത തേങ്ങ 1 കപ്പ്. അപ്പോൾ ഇത്രയും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി ഈ അരപ്പ് മാറ്റി വെച്ചിട്ട് പയർ വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ കുതിർക്കാതെ നേരെ വേവിച്ചതായതുകൊണ്ട് മീഡിയം ഹൈ ഹീറ്റിൽ 5-6 വിസിൽ വരെ വെയിറ്റ് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ ഏതിനും പയറാണെന്നും പിന്നെ ഫ്ലെയിമും കുക്കറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ചസ് വരാം. പിന്നെ ഈ പയറിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഞങ്ങൾക്കിവിടെ പലതരത്തിലുള്ള വൻപയറാണ് കിട്ടാറ്. അതുപോലെ തന്നെ ചെറുപയറും 2 തരത്തിലുള്ള ചെറുപയർ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വേവ് വ്യത്യാസമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പയറിൽ ബാക്കി വന്ന വെള്ളം കപ്പയും ചേമ്പും ജസ്റ്റ് കുഴയാൻ മാത്രം ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വെള്ളം ഊറ്റിക്കളയുന്നില്ല. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്ത് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ചേമ്പും ചേർത്ത് കുഴയ്ക്കാൻ. കടുക് താളിച്ച് ചേർക്കാതെ ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക് ജസ്റ്റ് പകുതിയായിട്ടൊന്ന് മുറിച്ചിടുകയാണ്. 2 ടേബിൾ സ്പൂൺ കൊച്ചുള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് ഉള്ളി ബ്രൗൺ ആയി വരുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ട് പുഴുക്കിലേക്ക് ചേർക്കാം. എന്നിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിഭവങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്